ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും എന്ത് ചെയ്യാണ്? അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു 2-3 പ്രൊഡക്റ്റിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അത്യാവശ്യം ഒരുങ്ങിയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മോയ്സ്ചറൈസർ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ലാക്മിയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ബ്ലെൻഡ് ചെയ്യണേ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കോട്ടു. അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് തോന്നുന്നു ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നിന് വരെ സ്യൂട്ടായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു അക്വാലോജിക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്യാൻ SPF 50 അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് തരുന്നൊരു സൺസ്ക്രീനാണ്. അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇടാണ്. നമ്മൾ സ്കിൻ കെയർ ഇപ്പം മേക്കപ്പ് ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് സൺസ്ക്രീൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം. കാരണം ഇപ്പം അത്രയ്ക്ക് ചൂടല്ലേ. അപ്പം നല്ലൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്കിൻ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പൊട്ടുപോയി ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡിലാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കൺസീലർ ട്രയൽ ചെയ്യുന്നത്. ഹൈ കവറേജ് ആണ് പറയുന്നത് ഫേസസ് കാനഡ. അപ്പോൾ ഫേസസ് കാനഡ തന്നെയാണ് ഞാൻ ഇന്ന് മൊത്തം ചെയ്യുന്ന ഈ ഒരു ലുക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇത് ഭയങ്കര ലൈറ്റാണ്. അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് കുറച്ച് കയ്യിലേക്ക് വെച്ചു. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ്, ഇത് ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും. അല്ലാതെ ഓവർ ലൈറ്റ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര പോരാ കേട്ടോ. അത് കുറച്ചൊരു യെല്ലോ ടോൺ വരുന്നൊരു ഷെയ്ഡാണേ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അവിടെ ഇട്ട് കൊടുക്കുകയാണേ. ഹൈ കവറേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം. ഇത് ഞാൻ ആക്ച്വലി ഫേസസ് കാനഡൻ്റെ മാത്രം ട്രൈ ചെയ്യല്ല കേട്ടോ. കുറച്ചുകൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു കവറേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈസിലി ബ്ലെൻഡബിളാണ് കേട്ടോ. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പുറത്തത്തെ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഫേസസ് കാനഡയുടെ ഈ 3-in-1 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്തോട്ടെ. ഫസ്റ്റ് ടൈം വലിയൊരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഏകദേശം എൻ്റെ ഒരു കറക്റ്റ് ടോൺ തന്നെയാണ് കേട്ടോ. ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ടാഗ് ചെയ്യാം. എനിക്ക് ചില ഫൗണ്ടേഷനൊക്കെ ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അങ്ങനത്തെ ഒരു വിഷയമുണ്ട് കേട്ടോ. അപ്പം നോക്കട്ടെ. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണോ നമുക്ക് നോക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഈസിബിളി ബ്ലെൻഡബിളാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ.